നമ്മൾ യോഗവാസിഷ്ഠത്തിൽ 60 പദ്യങ്ങളാണ് 102-ാമത്തെ സർഗത്തിൽ വായിച്ച് അവസാനിപ്പിച്ചത്. അച്ഛേദ്യോസാ വദാഹ്യോസാ വക്ലേദ്യോ ശോഷ്യയേവച നിത്യസർവഗതസ്ഥാണുരചലോസൗ സനാതനഃ. ഗീതാശ്ലോകം തന്നെയാണ്. അയം എന്നുള്ള വാക്കിന് പകരം അസൗ എന്നുള്ള വാക്ക് പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. മറ്റെല്ലാ രീതിയിലും ഇത് ഗീതാശ്ലോകം തന്നെയാണ്. അടുത്ത പദ്യം വായിക്കാം. ഇതി സമ്യക് പ്രബുദ്ധോ യസ്സ യഥാ യത്ര തിഷ്ഠതി തഥാ തിഷ്ഠതു തത്രാത്ര സ്ഥാനാസ്ഥാ നിയമേന കിം. ഇപ്പം എവിടെയാണ് ജ്ഞാനികളെ നമുക്ക് കണ്ടെത്താൻ കഴിയുക എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ വിശേഷിച്ച ഒരു സ്ഥാനമില്ല. ഏത് മണ്ഡലത്തിലും ഏത് രംഗത്തിലും ഭൂമിയുടെ ഏതു കോണിലും ഏത് ആശ്രമത്തിലും എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇങ്ങനെയുള്ള ഏത് ആശ്രമത്തിലോ ഏത് സ്ഥലത്തിലോ ഏത് കാലത്തിലോ എവിടെ വേണമെങ്കിലും ഏത് പാതാളത്തിലോ ഏത് നരകത്തിലോ സ്വർഗത്തിലോ നിങ്ങൾക്ക് ജ്ഞാനികളെ കണ്ടെത്താം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് വിശേഷിച്ചൊരു സ്ഥാനമില്ല. ജഗദീശ്വരന് വിശേഷപ്പെട്ട സ്ഥാനങ്ങളുണ്ട് എന്നുള്ളത് നമ്മുടെ സങ്കല്പം മാത്രമാണ്. അമ്പലത്തിൽ മാത്രമാണോ ദൈവമുള്ളത്? അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു സ്ഥാനമുണ്ടോ? തൂണിലും തുരുമ്പിലും സ്ഥിതി ചെയ്യുന്നവനാണ് ഈശ്വരൻ. അതുപോലെ ഈശ്വര സ്വരൂപമാണ് താൻ എന്ന് കണ്ടെത്തിയ അല്ലെങ്കിൽ സാക്ഷാത്കരിച്ച ജ്ഞാനികളെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കാണാൻ കഴിയും. ഇത് സമ്യക് പ്രബുദ്ധോയഃ, നല്ലവണ്ണം ഉണർന്നവനാണ്, ഉണർവ് നേടിയവനാണ്. അജ്ഞാന നിദ്രയിൽ നിന്ന് ഉണർന്ന ഒരാളെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രബുദ്ധനായ ഏതൊരാളുണ്ടോ സ യഥാ യത്ര തിഷ്ഠതി, അയാൾ ജീവിതത്തിൻ്റെ ഏത് തുറയിൽ ജീവിച്ചാലെന്ത്, അയാൾ നിൽക്കുന്നിടത്ത് നിന്നോട്ടെ, നിങ്ങൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പോരുതെന്നാണ്. നിങ്ങൾ അദ്ദേഹത്തെ ചെന്ന് ഉപദ്രവിക്കാൻ പോരുത്. അദ്ദേഹത്തെ ആദരിക്കാനും ബഹുമാനിക്കാനും അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മാലയിടാനും കർപ്പൂരം കത്തിക്കാനും ഒന്നും ചെന്ന് അദ്ദേഹത്തെ ഉപദ്രവിക്കരുത്. അതാണ് ജ്ഞാനികളോട് ഈ ലോകർ ചെയ്യേണ്ടത്. സ യഥാ യത്ര തിഷ്ഠതി തഥാ തിഷ്ഠതു. ഈ സന്ദർഭത്തിന് തികച്ചും അനുയോജ്യമായ ഒരു ശ്ലോകമാണ് നമ്മൾ ആദ്യം തന്നെ വായിച്ചത്. ആദ്യത്തെ ശ്ലോകം തന്നെ ഈ കാര്യത്തിൽ വെളിച്ചം വീശുന്നതാണ്. സഹാ യഥാ യത്ര തിഷ്ഠതി, ഈ ജ്ഞാനി എവിടെ എങ്ങനെ കഴിയുന്നുവോ, തഥാ തിഷ്ഠതു തത്ര, അയാൾ അവിടെ തന്നെ ഇരുന്നോട്ടെ. അയാളെ സ്ഥാനം മാറ്റാനോ അയാളുടെ നില ഉയർത്താനോ മറ്റുള്ളവർ ശ്രമിക്കരുത്. അത്ര സ്ഥാനാസ്ഥാ നിയമേനകിം, അദ്ദേഹം ഇങ്ങനെയേ ജീവിക്കാവൂ. ഇന്ന ജീവിതക്രമം അദ്ദേഹം പാലിച്ചിരിക്കണം. അദ്ദേഹം വിധി നിഷേധങ്ങൾക്ക് അപ്പുറത്ത് കടന്നയാളാണ്. വിധി നിഷേധങ്ങൾ വേദങ്ങളുടെ കർമ്മകാണ്ഡത്തിലാണ് പറയപ്പെട്ടിട്ടുള്ളത്. ആ നിയമങ്ങൾ ജ്ഞാനിക്ക് ബാധകമല്ല. എന്ന് വെച്ചാൽ അദ്ദേഹം തോന്യാസം പ്രവർത്തിക്കും എന്നല്ല. നിങ്ങൾക്ക് ബാധകമായ വിധി നിഷേധങ്ങളെ അദ്ദേഹത്തിന് ബാധകമാക്കരുത്. സാറ് ഇങ്ങനെ തന്നെ ഇരിക്കണം, അങ്ങനെ തന്നെ ഇരിക്കണം, ഇങ്ങനെ പാടില്ല, ഈ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നൊന്നും ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ അടുത്ത് ആരും ചെന്ന് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വെട്ടികളായിരിക്കും അവർ, അതിൽ ഒരു സംശയവുമില്ല. ജ്ഞാനിക്ക് കൂച്ചുവിലങ്ങിടാൻ മനുഷ്യർ ആരാണ്? ഈ ലോകത്തിലെ ജനങ്ങൾ ആരാണ്? അദ്ദേഹത്തിൻ്റെ സ്ഥിതി എവിടെ? എത്ര ഉന്നതമായ നിലയിലാണ് അദ്ദേഹം സ്ഥിതി ചെയ്യുന്നത്? ഈ ശരീരം, മനസ്സ്, ബുദ്ധി, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ ഉള്ള കൃമികീടങ്ങളെ പോലെയാണ് മനുഷ്യർ. ഇവരാണോ ജ്ഞാനിയെ തളയ്ക്കാൻ നോക്കുന്നത്? ജ്ഞാനിയെ ഇങ്ങനെയേ ജീവിക്കാവൂ എന്ന് അദ്ദേഹത്തോട് കൽപ്പിക്കാൻ മറ്റുള്ളവർക്ക്, അജ്ഞാനികൾക്ക് എന്തവകാശം? അതുകൊണ്ട് അങ്ങനെയുള്ള ജോലിക്കൊന്നും പോരുത്. ആ പണിയൊക്കെ വേണ്ടാന്ന് വയ്ക്കണം. അതാണ് ബുദ്ധി.
തഥാതിഷ്ഠതു തത്രാത്ര സ്ഥാനാസ്ഥാനിയമേന കിം. അദ്ദേഹം ഇന്ന സ്ഥാനത്ത് ഇന്ന പ്രകാരത്തിൽ ജീവിക്കണം. അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഭേദഭാവമൊന്നും ഇല്ലെങ്കിൽ നമ്മളെന്തിന് അങ്ങനെയുള്ള ദ്വൈത ചിന്തകളെ അദ്ദേഹത്തിൽ അടിച്ചേൽപ്പിക്കണം? ദ്വൈതത്തെ തകർക്കാൻ ആവശ്യപ്പെടുന്ന വ്യക്തിയോട് ദ്വൈത ചിന്ത അദ്ദേഹത്തിൽ ആരോപിച്ച് അദ്ദേഹത്തെ പ്രത്യേക രീതിയിൽ ജീവിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും യുക്തമല്ല. അദ്ദേഹത്തിന് സ്ഥാനവ്യത്യാസമില്ല. സ്ഥാനവ്യത്യാസം ഇല്ല എന്ന് പറഞ്ഞാൽ ഉച്ചനീചത്വങ്ങളില്ല. ഒരാൾ ശ്രേഷ്ഠൻ, വേറൊരാൾ നിസ്സാരൻ, അങ്ങനെയുള്ള ഭാവം, ഭേദഭാവം ജ്ഞാനിയുടെ ദൃഷ്ടിയിൽ ഇല്ല, ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അയാൾ ജ്ഞാനി അല്ല എന്ന് മറ്റുള്ളവർ തിരിച്ചറിയണം. സദസ്സിനെ തൊഴുന്ന ഒരു വ്യക്തി, അമൃതാനന്ദമയി മാതാവ് അങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് അന്ന് ആരോ പറഞ്ഞത്. ആ കൂട്ടത്തിൽ അങ്ങനെയുള്ള അപൂർവം ചിലരേ ഉള്ളൂ. മിക്കവാറും ഒക്കെ ഇങ്ങനെ കൈ കാണിച്ചിട്ട് പോകുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഇരിക്കൂ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് രണ്ട് കൈയും കൂപ്പി തൊഴുന്ന ഒരു മഹാത്മാവായിരുന്നല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീമാൻ ബാലകൃഷ്ണൻ നായർ സാർ. അതൊക്കെ കണ്ട് പഠിക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മഹത്വം, അദ്ദേഹത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കിയ എത്ര പേരുണ്ടാവും? ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അഹങ്കാരത്തോടു കൂടി അവകാശപ്പെടുകയല്ല. ജ്ഞാനികളെ ആരാണ് തിരിച്ചറിയുന്നത് എന്ന് ഗുരുദേവനെ പോലെയുള്ള ജ്ഞാനികൾ തന്നെ ചോദിക്കാറുണ്ട്. ആരുണരുവതുള്ളൊരു നിർവികാര രൂപം, ആ പരമാത്മ സത്യത്തെ എത്ര പേർ മനസ്സിലാക്കുന്നു? അങ്ങനെ മനസ്സിലാക്കിയ ജ്ഞാനികളെ എത്ര പേർ ഈ ലോകത്തിൽ തിരിച്ചറിയുന്നു? ഇതൊക്കെ വളരെ അപൂർവം എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ഥാനം, അദ്ദേഹം ഇന്ന പ്രകാരത്തിലേ ജീവിക്കാവൂ, അങ്ങനെയുള്ള നിയമമൊന്നും അദ്ദേഹത്തിന് ബാധകമല്ല. അതുകൊണ്ട് അദ്ദേഹം ബാധിക്കപ്പെടുന്നില്ല. അതൊന്നും അദ്ദേഹത്തിന് യോജിക്കുന്നതല്ല. മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള നിയമങ്ങളും നിഷ്ഠകളുമൊക്കെ ആവശ്യമാണ്. ഏതാദൃശ പുരുഷോത്തമ തത്വപരിജ്ഞാനാദേവ തത്വവിത്ത് പുരുഷോത്തമഃ നതു വർണ്ണാശ്രമ മര്യാദാപാലനമാത്രേണ. ജ്ഞാനിയുടെ മഹത്വം അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ്. അല്ലാതെ അദ്ദേഹം ഏത് വർണ്ണത്തിൽ, ഏത് ആശ്രമത്തിൽപ്പെട്ടവനാണ്, ആ ആശ്രമ മര്യാദകൾ അല്ലെങ്കിൽ ആ വർണ്ണാശ്രമ ധർമ്മങ്ങൾ അദ്ദേഹം പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടല്ല ഒരാളെ ജ്ഞാനിയായി ലോകം അംഗീകരിക്കുന്നത്. ജ്ഞാനം നേടിയ വ്യക്തിയാണ് ജ്ഞാനി. അപ്പോൾ ജ്ഞാനത്തിനാണ് അവിടെ പ്രാധാന്യം, അയാളുടെ ജീവിതചര്യയല്ല. തദഭാവേപി തസ്യ പുരുഷോത്തമത്വ അനപായാദിത്യാശയേന. വർണ്ണാശ്രമധർമ്മങ്ങളെ അദ്ദേഹം അതിക്രമിച്ചാലും, എന്ന് പറഞ്ഞാൽ അതാത് വർണ്ണം അതാത് ആശ്രമത്തിന് യോജിച്ച ആചാര അനുഷ്ഠാനങ്ങളെ അദ്ദേഹം പിന്തുടർന്നില്ലെങ്കിൽ പോലും അതുകൊണ്ട് അദ്ദേഹത്തിന് ദോഷമൊന്നും സംഭവിക്കാനില്ല. അദ്ദേഹത്തിൻ്റെ മഹത്വം അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. സ്ഥാനം വർണ്ണാശ്രമ മര്യാദാസ്ഥിതി തദാസ്ഥാനിയമേന തസ്യ കിം സാധ്യമിതി വിദ്യാപ്രഭാവോക്തിരരുന്മുഖാന്യദീൻ സാലാവൃകേഭ്യഃ പ്രായച്ഛമിതിവത്. ഉപനിഷത്തിലുള്ള ജ്ഞാനികൾ, അതിൽ ഒരാൾ വണ്ടിക്കാരനാണ്, കാളവണ്ടി ഓടിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് മറന്നു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഉപനിഷത്തിൽ അപ്പോൾ ഒരു ശിഷ്യനെ ഗുരു പറഞ്ഞയക്കുന്നത് ഈ വണ്ടിക്കാരനെ ചെന്ന് കാണാനാണ്. അപ്പോൾ രൈക്വൻ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്, രൈക്വൻ്റെ അടുത്ത് ചെല്ലണം എന്നാണ് ഗുരു നിർദ്ദേശിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിനക്ക് ഗ്രഹിക്കാൻ പറ്റും.
അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചത് രൈക്വൻ എന്നുള്ള ആൾ പ്രശസ്തനായ ഏതോ ഒരു വ്യക്തിയാണ്, മഹാജ്ഞാനിയാണ്, ആശ്രമമൊക്കെ ഉണ്ടാവും എന്നുള്ള വിചാരത്തോടു കൂടിയാണ് ഈ ശിഷ്യൻ രൈക്വനെ തേടി ചെന്നത്. അന്വേഷിച്ച് ചെന്നപ്പോൾ രൈക്വൻ എന്ന് പറയുന്നത് ഒരു വണ്ടിക്കാരനാണ്, കൈവണ്ടി വലിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ കാളവണ്ടി ഓടിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം ചെല്ലുമ്പോൾ രൈക്വൻ ആ വണ്ടിയിൽ ഇങ്ങനെ ചാരി ഇരിക്കുകയോ നിൽക്കുകയോ എന്തോ ചെയ്യുകയായിരുന്നു. നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ വ്രണം, കണ്ട അറപ്പ് തോന്നും. അതായത് ചൊറി പിടിച്ച ജ്ഞാനി എന്നർത്ഥം. ചൊറി പിടിച്ച ജ്ഞാനി. ശരീരത്തിലേ ഉള്ളു ചൊറി, മനസ്സിൽ ചൊറിയില്ല. ശരീരത്തിൻ്റെ പ്രാരബ്ധം അത് ചീഞ്ഞളിയും. ക്യാൻസർ പോലെയുള്ള മഹാരോഗങ്ങൾ ശരീരത്തെ ബാധിക്കും. പക്ഷേ ജ്ഞാനി അതുകൊണ്ട് ബാധിക്കപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിന് ഒരിക്കലും മങ്ങലേൽക്കുന്നില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ, അതായത് അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു കണ്ട അറപ്പ് തോന്നുന്ന ഒരു വ്രണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉപനിഷത്തിൽ ഋഷികളെ വർണ്ണിക്കുന്നത്. അതായത് ഒരു ഋഷിയെ നിങ്ങൾക്ക് എവിടെ ചെന്നാലും കാണാം, പക്ഷേ അദ്ദേഹത്തെ അടയാളം കാണാനുള്ള, തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം എന്ന ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. സ്ഥാനം വർണ്ണാശ്രമ മര്യാദാസ്ഥിതി തദാസ്ഥാനിയമേന. വർണ്ണാശ്രമ മര്യാദകൾ പാലിച്ചുകൊണ്ട് അദ്ദേഹം കഴിയണം. ആ ആശ്രമോചിതമായ, അതായത് വർണ്ണത്തിന് അനുയോജ്യമായ കർമ്മങ്ങൾ അദ്ദേഹം ചെയ്തേ പറ്റൂ എന്നൊന്നും അദ്ദേഹത്തിനെ നിയന്ത്രിക്കരുത്. തത് അഭാവേപി, വർണ്ണാശ്രമ മര്യാദകൾ അദ്ദേഹം പാലിച്ചില്ലെങ്കിൽ പോലും തസ്യ പുരുഷോത്തമത്വ അനപായാദിത്യാശയനാഹ, അദ്ദേഹത്തിൻ്റെ പുരുഷോത്തമൻ എന്നുള്ള നിലയ്ക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല. അദ്ദേഹം മന്ത്രം ജപിക്കണം, വേദം ചൊല്ലണം, പൂജ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ നമ്മെപ്പോലെയുള്ളവർക്ക്. അദ്ദേഹം ആ നിലയൊക്കെ കടന്ന വ്യക്തിയാണ്. ഈ സ്ഥിതിയിൽ നിന്നെല്ലാം വളരെ ഉയർന്ന സ്ഥിതിയിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൽ വിദ്യയാണ് പ്രകാശിക്കുന്നത്, ആത്മജ്ഞാനം. അദ്ദേഹത്തിന് കർമ്മകാണ്ഡ നിയമങ്ങൾ ഒന്നും തന്നെ ബാധകമല്ല. അവസാനത്തെ ശ്ലോകം വായിക്കാം, 102 സർഗത്തിലെ. പാതാളമാവിശതു യാതു നഭോ വിലംഘ്യ ദിങ്മണ്ഡലം ഭ്രമതു പേഷണമേവ യേന ചിന്മാത്രമേതദജരം നതു യാതു നാശം ആകാശകോശൈവ ശാന്തമജം ശിവം തത്. പാതാളമാവിശതു യാതു നഭോ വിലംഘ്യ. ഈ ജ്ഞാനി പാതാളത്തിൽ കഴിയുന്നവനാകട്ടെ, അല്ലെങ്കിൽ പാതാളത്തിൽ അദ്ദേഹം പ്രവേശിക്കട്ടെ. നഭോ വിലംഘ്യയാതു, ആകാശത്തെയും കടന്ന് അതിന് മുകളിലുള്ള ഏതെങ്കിലും ലോകത്തിലേക്ക് സഞ്ചരിക്കുന്നവനായിക്കോട്ടെ. ദിങ്മണ്ഡലം ഭ്രമതു, അദ്ദേഹം ദിക്കുകളിൽ ചുറ്റിത്തിരിയുന്നവനായിക്കോട്ടെ. പേഷണമേവ യേന, യേന ഭ്രമണേന മാനസോത്തര ലോകാലോകാദി ഗിരിശിലാ സഹസ്രഘർഷണാത് പേഷണം സഞ്ചൂർണനമേവ സംഭാവ്യത. അതായത് ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ വർണ്ണിക്കുമ്പോൾ ലോകാലോക പർവ്വതം എന്ന് പറഞ്ഞൊരു മലയുണ്ടെന്നാണ്. ആ ലോകാലോക പർവ്വതത്തെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരം കൊണ്ട് അദ്ദേഹം ധൂളിയാക്കിക്കോട്ടെ, പൊടിപ്പൊടിയായി തകർത്തെറിയട്ടെ. അതുകൊണ്ടൊന്നും അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള പ്രശ്നവും വരാറില്ല. മറ്റുള്ളവർക്ക് അദ്ദേഹത്തെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ല. ഇപ്പം അദ്ദേഹം എന്തിനും പോന്നവനാണ്, ജഗതീശ്വരനാണ്. അദ്ദേഹത്തിന് പറ്റാത്തത് ഒന്നുമില്ല. പാതാളമാവിശതു യാതു നഭോവിലംഘ്യ ദിങ്മണ്ഡലം ഭ്രമതു. അദ്ദേഹം പാതാളത്തിൽ എത്തിക്കോട്ടെ. തസ്യ അവിനാശി പുരുഷത്വമേവ ദൃഢയന്നുപസംഹരതി. അവിനാശിയായ ആത്മാവാണ് താൻ എന്ന് സാക്ഷാത്കരിച്ച വ്യക്തിയാണ് ഈ ജ്ഞാനി. അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ ഒരിക്കൽ കൂടെ ദൃഢപ്പെടുത്തിക്കൊണ്ട്
ഈ അധ്യായം ഉപസംഹരിക്കുന്നു. തത്വവിദ് ബലാത് സ്വനാശചികീർഷയാ പാതാളമാവിശതു. ഒരു തത്വജ്ഞാനി തന്നെ നശിപ്പിക്കാൻ വേണ്ടി, അതായത് ഈ ശരീരം വേണ്ട, ഈ ശരീരത്തെ എങ്ങനെയെങ്കിലും ത്യജിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, ആ ആഗ്രഹത്തോടുകൂടി പാതാളത്തിൽ പ്രവേശിക്കട്ടെ. നഭോ വിലംഘ്യ ഊർധ്വം വാ യാതോ, ആകാശമണ്ഡലത്തെയും കടന്ന് മുകളിലേക്ക് പൊയ്ക്കോട്ടെ. ദിങ്മണ്ഡലം വാ ഭ്രമതു, ദിക്കുകളിൽ ചുറ്റിത്തിരിഞ്ഞോട്ടെ. യേന ഭ്രമണേന മാനസോത്തര ലോകാലോകാദി ഗിരിശിലാ സഹസ്രഘർഷണാത് പേഷണം സഞ്ചൂർണനമേവ സംഭാവ്യത്തെ. അദ്ദേഹത്തിൻ്റെ സഞ്ചാരം കൊണ്ട് ലോകാലോകം തുടങ്ങിയ പർവ്വതങ്ങളുടെ ശിലകൾ, ആയിരക്കണക്കിന് വലിയ വലിയ പാറകൾ തകർന്ന് തരിപ്പണമായിക്കോട്ടെ. പേഷണമേവ യാതു ഇതി പാഠേ ഗിരിശിലാ സഹസ്രൈഹി സ്വസ്യ പേഷണം കാരേതുവാ ഇത്യർത്ഥ. ഇദ്ദേഹത്തിൻ്റെ സഞ്ചാരം കൊണ്ട് ആ പർവ്വതശിലകൾ ധൂളി ധൂളിയായി പൊടി പൊടിയായി മാറിക്കോട്ടെ. അല്ലെങ്കിൽ ആ പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് ഇദ്ദേഹം താഴേക്ക് ചാടി തൻ്റെ ശരീരത്തെ നശിപ്പിച്ചു കൊള്ളട്ടെ. എങ്ങനെയായാലും, എങ്ങനെ വേണമെങ്കിലും അർത്ഥം സ്വീകരിക്കാം. തഥാപ്യേതത് അതത്വവിത് സ്വരൂപം, തഥാപ്യേതത് തത്വവിത് സ്വരൂപം അസംഗ അദ്വയം ചിന്മാത്രം അജരമേവേദി നാശം നതുയാതി. ഒരു ജ്ഞാനിയുടെ ബലഹീനത, അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് തന്നെ നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ നശിച്ചു പോകും അല്ലെങ്കിൽ മരിച്ചു പോകും എന്ന ഭയത്തോടു കൂടിയാണ് കഴിയുന്നത്. ജ്ഞാനിക്ക് പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടോ ഈ ലോകത്തിൽ? അദ്ദേഹത്തിന് തൻ്റെ നാശം ഉറപ്പാക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം അനശ്വരമായ അമരമായ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ നശിപ്പിക്കുന്നതൊഴിച്ച് എന്തും ജ്ഞാനികൾക്ക് സാധ്യമാണ്. കാരണം അവർ ആത്മാവാണ്, ആത്മാവിന് നാശമില്ല. നാശമില്ലാത്ത ഒന്നിനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും? അതിനെ ആര് നശിപ്പിക്കും? ആത്മാവിന് സ്വയം നശിപ്പിക്കാൻ സാധ്യമല്ല. സെൽഫ് ഡിസ്ട്രക്ഷൻ ഈസ് ഇമ്പോസിബിൾ. ഒരു വസ്തു തന്നെ നശിപ്പിക്കാൻ അതിന് സാധ്യമല്ല. ഒന്നും സ്വയം നശിക്കുകയില്ല. ഒന്ന് നശിക്കണമെങ്കിൽ മറ്റൊന്ന് അതിൽ പ്രവർത്തിച്ച് വേണം അതിനെ നശിപ്പിക്കാൻ. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുമ്പോൾ അയാൾ സ്വയം നശിപ്പിക്കുന്നുണ്ടല്ലോ എന്നൊരു സംശയം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാം. അയാളെ അല്ല നശിപ്പിക്കുന്നത്, അയാളല്ലാത്ത ശരീരത്തെയാണ് നശിപ്പിക്കുന്നത്. അയാൾ വിഷം കഴിച്ചാലോ, ട്രെയിനിന് തലവെച്ചാലോ, അല്ലെങ്കിൽ ശരീരത്തിൽ ഷോക്കേൽപ്പിച്ച് മരിച്ചാലോ, മരിക്കാൻ പല ഉപായങ്ങളും ഉണ്ട്. ഇനി ഈ ഉപായങ്ങളൊന്നും നമ്മൾ പ്രയോഗിച്ചില്ലെങ്കിലും ശരീരം മരിക്കും, ശരീരം നശിക്കും. അപ്പോൾ ശരീരനാശത്തിന് വേണ്ടി ജ്ഞാനിക്ക് ഒന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിന് ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല, ശരീരത്തെ നശിപ്പിക്കാൻ അദ്ദേഹത്തിന് താത്പര്യവുമില്ല. കാരണം അതില്ല എന്ന് അദ്ദേഹം നേരത്തെ അറിഞ്ഞതാണ്. ഇല്ലാത്ത ഒന്നിനെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിക്കുമോ? നമ്മൾ ശരീരത്തിന് സത്യത്വം കൽപ്പിച്ചിരിക്കുന്നു. ആ ശരീരം വാസ്തവമാണ് എന്നുള്ള ചിന്തയാണ് ഒരാളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഈ ശരീരം സത്യമല്ല, ശരി, എന്നാൽ പിന്നെ തന്നെ നശിപ്പിച്ചൂടെ? താൻ ആത്മാവാണ്, ആത്മാവിനെ ആര് വിചാരിച്ചാലും നശിപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ നശിപ്പിക്കുക എന്നുള്ള കർമ്മം മാത്രം ജ്ഞാനിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല. തഥാപ്യേതത് തത്വവിത്, ഈ തത്വജ്ഞാനി സ്വരൂപം അസംഗ അദ്വയം ചിന്മാത്രം, തൻ്റെ സ്വരൂപം അസംഗവും അദ്വയവും ചിന്മാത്രവും അജരവുമായ എന്ന് പറഞ്ഞാൽ ജീർണിക്കാത്ത, നശിക്കാത്ത ആത്മാവാണ്, ആത്മാവ് തന്നെയാണ് ഞാൻ. ഇതി നാശം നതുയാതി എന്ന അറിവ്, എന്ന ഉറപ്പ്, എന്ന സാക്ഷാത്കാരം അദ്ദേഹം നേടിയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും നാശമില്ല. യതഃ
തദാകാശകോശ ഇവ ശിവം നിരുപപ്ലവ നിത്യനിരതിശയ ആനന്ദരൂപം ഏവ ഇത്യർത്ഥഃ. അദ്ദേഹം ആകാശം പോലെ വ്യാപ്തിയുള്ളവനാണ്. ആകാശകോശം എന്ന് പറഞ്ഞാൽ എങ്ങും വ്യാപിച്ചിരിക്കുന്ന അനന്തമായ ആകാശം. അതുപോലെ വ്യാപിച്ചിരിക്കുന്ന ഒരു ജഡവസ്തുവല്ല. ആകാശം ജഡമാണ്. മായയുടെ ആദ്യത്തെ പ്രകടനമാണ് നമ്മൾ ഉണ്ട് എന്ന് അനുഭവിക്കുന്ന ആകാശം. ഈ ആകാശം ചിദാകാശമാണ്. അത് ശിവമാണ്. പരമമംഗളസ്വരൂപം ആണ് അതിൻ്റെ യഥാർത്ഥ നില. ചിന്മാത്രം അജരമേവേതി നാശം നദിയാതി യഥ തദാകാശകോശ ഇവ ശിവം നിരുപപ്ലവ നിത്യനിരതിശയ ആനന്ദരൂപം. നിരുപപ്ലവം എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ചലനവുമില്ലാത്തത്, ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാത്തത്, ക്ഷോഭിക്കാത്തത്, ഇളകാത്തത്. അത് നിത്യമാണ്. നിരതിശയമായ ആനന്ദം സ്വരൂപമായിട്ടുള്ളതാണ്. നിരതിശയം എന്ന് പറഞ്ഞാൽ കവച്ചു വയ്ക്കാൻ പറ്റാത്തത്. ബ്രഹ്മാനന്ദത്തെ കവച്ചു വയ്ക്കുന്ന മറ്റൊരു ആനന്ദവും ഈ ലോകത്തെന്നല്ല, 14 ലോകങ്ങളിലുമില്ല. അങ്ങനെയുള്ള ആനന്ദ സ്വരൂപത്തോടു കൂടിയതാണ് ബ്രഹ്മം. അത് നാശമില്ലാത്തതാണ്. ഈ സത്യം അറിഞ്ഞ ഒരു വ്യക്തി, അയാൾ ആരെ ഭയപ്പെടണം, എന്തിനെ ഓർത്ത് ദുഃഖിക്കണം, അയാളുടെ ഉള്ളിൽ എങ്ങനെയാണ് മോഹം ബാക്കിയുണ്ടാവുക? ഇതാണ് ജ്ഞാനിയുടെ മഹത്വം. ശാന്തമജം ശിവം തത്. ശാന്തമാണ് ഈ ആത്മതത്വം, ശിവസ്വരൂപമാണത്, പരമമംഗളദായകമാണ്. ആ മംഗളസ്വരൂപനായ തത് എന്ന വാക്കുകൊണ്ട്, അത് എന്ന മഹാവാക്യത്തിലെ അത് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ബ്രഹ്മം, അത് താനാണ് എന്നറിയുന്ന വ്യക്തിയെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നാശമില്ല, അദ്ദേഹം പുനർജനിക്കുകയില്ല എന്ന് പറഞ്ഞാണ് ഉപനിഷത്തുകൾ പരിസമാപിക്കുന്നത്. നസപുനരാവർത്തതേ. അദ്ദേഹത്തിൻ്റെ ശരീരം പാഞ്ചഭൗതികമായതുകൊണ്ട് അത് നഷ്ടമാവും. പക്ഷേ മറ്റ് അജ്ഞാനികൾ പുനർജനിക്കുന്നത് പോലെ ഇദ്ദേഹം പുനർജനിക്കുകയില്ല. കാരണം പുനർജനിക്കേണ്ട ആവശ്യകത തന്നെ ഇല്ല. നമ്മളൊക്കെ എന്തുകൊണ്ടാണ് തിരിച്ചു വരുന്നതെന്നറിയാമോ? മരിച്ചതിന് ശേഷം ഒരു വ്യക്തി, ഒരു അജ്ഞാനി എന്തുകൊണ്ട് പുനർജനിക്കുന്നു എന്ന് ചോദിച്ചാൽ അയാൾക്ക് ജീവിച്ച് തൃപ്തി വന്നിട്ടില്ല. അനുഭവിച്ചതൊന്നിലും മതി എന്ന ബുദ്ധി അയാൾക്ക് ഉദിച്ചിട്ടില്ല. ഇനിയും അനുഭവിക്കണം, ഇനിയും തിന്നണം, ഇനിയും ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കണം, ഇനിയും കേൾക്കണം, യോഗവാസിഷ്ടം ഇനിയും കേൾക്കണം എന്ന ഒരാഗ്രഹത്തോടു കൂടി നിങ്ങൾ ശരീരം ഉപേക്ഷിച്ചാൽ നിങ്ങൾ തിരിച്ചു വരേണ്ടി വരും. അതോടൊപ്പം എന്നെയും വലിച്ച് നിങ്ങൾ താഴത്തേക്കിടും. കാരണം ആരെങ്കിലും പറഞ്ഞാൽ പോരാ, രമേശ് സാർ തന്നെ പറയണം. അങ്ങനെ ഒരു സങ്കല്പത്തോടു കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഞാനെങ്ങനെ മോക്ഷം നേടാൻ? ഞാനും നിങ്ങളും ഒക്കെ പിന്നെയും ഇവിടെ വരും. ഇന്ത്യയിൽ നിന്ന് മറ്റേ കുപ്പിയിലാക്കി കൊണ്ടുപോയ ഞണ്ടുകൾ, ഒരു ഞണ്ട് ആ കുപ്പിയുടെ മുകളിൽ കൂടെ കയറി പുറത്ത് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ മറ്റ് ഞണ്ടുകളെല്ലാം കൂടെ അതിനെ വലിച്ച് താഴെയിടും. ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് താഴെയിടുന്നവരാകരുത്. പറ്റുമെങ്കിൽ തന്നെയും ഉദ്ധരിച്ച് മറ്റുള്ളവരെയും ഉദ്ധരിച്ച് ഹൈഡ്രജൻ ബലൂണുകളെപ്പോലെ ആകാശത്തിലേക്ക് ഉയർന്നുയർന്ന് കാണാമറയത്ത് എത്തിച്ചേരണം. അതാണ് വേണ്ടത്. താഴോട്ടല്ല വരേണ്ടത്, മുകളിലേക്ക് ഉയർന്നുയർന്ന് ദൃഷ്ടിപഥത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകണം. ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, ഉപദേശങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇതൊക്കെ നമ്മുടെ ഒപ്പം ഇപ്പോഴുമുണ്ട്. പക്ഷേ ആ വ്യക്തിത്വത്തെ നമുക്കിനി കാണാൻ പറ്റില്ല. ആ വ്യക്തിത്വത്തിൻ്റെ മഹത്വം, പ്രഭാവം, ആ വ്യക്തിത്വമാകുന്ന പുഷ്പത്തിൽ നിന്ന് ലോകം മുഴുവൻ വ്യാപിച്ച ആ സുഗന്ധം, അത് ഇവിടെ എന്നും തങ്ങിയിരിപ്പുണ്ടാവും.
ജ്ഞാനികളുടെ വാക്ക്, അവരുടെ ആശയം, ഉപദേശം, അവരുടെ മുത്തുപോലെയുള്ള എന്താ പറയുന്നത് ഉപദേശമൊഴികൾ, അത് എന്നും നമ്മുടെ ഒപ്പം ഉണ്ടാവും. അത് മതി തന്നെ നമുക്ക്. ഇപ്പോൾ ബാലകൃഷ്ണൻ നായർ സാറ് ഒരു 10 കൊല്ലം കൂടെ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് വിചാരിക്കുക. ഈ ഗുരുപൂർണിമ ദിവസത്തിൽ സാറ് ജീവിച്ചിരിപ്പുണ്ട്. സാറിൻ്റെ ഭൗതിക ശരീരം ഇപ്പോഴും ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. എന്താ നമ്മൾ ചെയ്യുക? നിങ്ങളാരും ഇവിടെ വരില്ല, അദ്ദേഹത്തെ കാണാൻ അവിടെ പോവും. ഞാനും ഒരുപക്ഷെ അദ്ദേഹത്തെ ചെന്ന് കണ്ടുവന്നിരിക്കും. അവിടെ പോയി അദ്ദേഹത്തെ കണ്ടിട്ട് എന്ത് വിശേഷം? അദ്ദേഹം പറഞ്ഞത് പിന്തുടരുന്നുണ്ടോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ടോ? അങ്ങനെയാണ് ബാലകൃഷ്ണൻ നായർ സാറിനോടുള്ള നമ്മുടെ ഭക്തി, ആദരവ് പ്രകടിപ്പിക്കേണ്ടത്. അല്ലാതെ സാറിനെ കൂടെ ചെന്ന് അവിടെ ചെന്ന് കാണുന്നത് എന്തിനാണ്? ഈ സത്യം ഉറപ്പിക്കണം. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ മറുപടി കേട്ട് നമുക്ക് ആശയത്തെളിച്ചം ഉണ്ടാവണം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തത് കൊണ്ടോ, അദ്ദേഹത്തെ കൂടെ ചെന്ന് കണ്ടതുകൊണ്ടോ, ആ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചത് കൊണ്ടോ കാര്യമായി ഒന്നും കിട്ടാനില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ശയ്യയുടെ അടുത്ത് 24 മണിക്കൂറും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എന്തു പ്രയോജനം? കൃഷ്ണൻ്റെ ഒപ്പം കൃഷ്ണനെ നിഴല് പോലെ പിന്തുടരുന്ന പഞ്ചപാണ്ഡവന്മാർക്ക് സത്യം പിടികിട്ടിയില്ല. പിന്നെയാണോ ജ്ഞാനിയുടെ കൂടെ നടന്നതുകൊണ്ട്? ജ്ഞാനിക്ക് ഗുരുനാഥൻ എന്ന ഭാവത്തോടുകൂടെ ശുശ്രൂഷ ചെയ്യുന്നത് നല്ലതാണ്. അത് ജ്ഞാനിക്ക് നന്മയുണ്ടാക്കാനല്ല, നമ്മുടെ മനസ്സ് പവിത്രമാകാൻ, എൻ്റെ ഉള്ളിലെ അഹന്ത ഉപശമിക്കാൻ, അതിനു വേണ്ടിയാണ് ഈ ശുശ്രൂഷയും സേവനവും പ്രണാമവും ഒക്കെ ഉപകരിക്കേണ്ടത്. അല്ലാതെ അതുകൊണ്ട് സാറിന് എന്താ കിട്ടാൻ? സാറിന് ചെന്ന് നമസ്കരിച്ചു, സാറിന് നമസ്കരിച്ച സാറ് തിരിച്ച് നമസ്കരിക്കും. ശിവ 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 ശിവ. ഇപ്പം നമ്മൾ അദ്ദേഹത്തെ നമസ്കരിക്കുന്നു, അദ്ദേഹം നമ്മ നമസ്കരിക്കുന്നു. എന്ത് പ്രയോജനം? നമസ്കാരം എന്നുള്ളത് ആ ഭക്തിഭാവം ഉള്ളിലുണ്ടാവണം. നമ്മുടെ മനസ്സ് ദിനം പ്രതി പവിത്രമായി തീരണം. അതാണ് ലക്ഷ്യം. അല്ലാതെ ജ്ഞാനിയോടൊപ്പം കിടന്നതുകൊണ്ടോ, അദ്ദേഹത്തിൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചതുകൊണ്ടോ, അദ്ദേഹത്തിൻ്റെ കിടക്കയുടെ അരികെ രാത്രി ഉറക്കമിളച്ചിരുന്നത് കൊണ്ടോ കാര്യമായ പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ ആത്മതത്വം, അത് നീയാണ്, തത്വമസി എന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. ആ ഉപദേശത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആ ബാഹ്യമായ രൂപത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചവരായി മാറും. അതുകൊണ്ട് സാറ് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. നിങ്ങൾ എന്തിനാണ് ചുമ്മാ കൂടെ ഇവിടെ എന്നെ വന്ന് കാണുന്നത്? ഈ ജീർണിച്ച ശരീരം ഏതാണ്ട് ജീർണിച്ച് തീരാറായി. ഇതിനെ ഇവിടെ വന്ന് കണ്ടിട്ട് പോയതുകൊണ്ട് നിങ്ങൾക്ക് വിശേഷിച്ചൊന്നും കിട്ടാനില്ല. സംശയം വല്ലതുണ്ടോ എന്ന് പറഞ്ഞാൽ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അക്കൗണ്ടൻസിയിലോ ഉള്ള സംശയമല്ല. ഈ ആത്മതത്വം എന്താണ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, തീർത്തു തരാം, അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്തി തരാം. അല്ലാതെ സാറിന് ചുമ്മാ ചെന്ന് കണ്ടിട്ട് ചുമ്മാ ചെന്ന് കാണാൻ, നമ്മൾ ചുമ്മാ ചെന്ന് കാണുന്നത് ആരെയാണെന്നറിയാമോ? മൃഗശാലയിലുള്ള മൃഗങ്ങളെ. അവിടെ കൂട്ടിനകത്ത് സിംഹവും പുലിയും കടുവയും കുരങ്ങനും ഒക്കെ ഉണ്ട്. അവർ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്? ചുമ്മാ നിന്നെ കാണാൻ, അല്ലാതെ എന്താ? ഇതുപോലെ കൂട്ടിലടയ്ക്കപ്പെട്ട മൃഗങ്ങളാണോ ഈ ജ്ഞാനികൾ? അവരെ കൂടെ ചെന്ന് കണ്ടതുകൊണ്ട് മാത്രം കഥയില്ല. പോകാം, വല്ലപ്പോഴും ഒരിക്കൽ പോകാം. പക്ഷേ ആ സന്ദർശനത്തിൻ്റെ ഉദ്ദേശ്യം അദ്ദേഹത്തിൽ നിന്ന് ഈ ആത്മതത്വത്തെ വ്യക്തമായി ഗ്രഹിക്കുക എന്നുള്ളതാവണം. അങ്ങനെ നമ്മൾ മരണാദ്യഭാവ ഉപദേശം എന്നുള്ള
102 സർഗം വായിച്ചവസാനിപ്പിച്ചു. ഇനി 103 സർഗമാണ് പരമാർത്ഥൈകതാ പ്രതിപാദനം. പരമാർത്ഥം ഒന്നേ ഉള്ളൂ, പല സത്യങ്ങൾ ഇവിടെ ഇല്ല. വസ്തുത എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ആ ഒരെണ്ണം ഗ്രഹിച്ചാൽ മതി. ഏകവിജ്ഞാനേന സർവവിജ്ഞാനം. ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായിത്തീരും. ആ ഒന്ന് ഏത് എന്നുള്ളത് അറിയണം. അത് ആചാര്യന്മാരുടെ അടുക്കൽ ചെന്നോ അല്ലെങ്കിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ചോ വേണം ആ കാര്യം മനസ്സിലാക്കാൻ. ഏതൊന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായിത്തീരുമോ, ആ ഒന്നിനെ വേണം അറിയാൻ. മറ്റുള്ള എന്തിനെ അറിഞ്ഞാലും ഈ ഒന്ന് അറിയപ്പെട്ടതായി തീരില്ല. അതുകൊണ്ട് ആത്മജ്ഞാനത്തിലൂടെയാണ് സർവജ്ഞാനം നേടേണ്ടത്. അതാണ് ഇവിടെ ഈ അധ്യായത്തിൽ പറയുന്നത് പരമാർത്ഥൈകതാ പ്രതിപാദനം. പരമാർത്ഥം ഏകമാണ്, ഒന്നാണ്, അത് ഒന്ന് മാത്രമാണ്. ഏകം ഏവ അദ്വയം നേഹ നാനാസ്തി കിഞ്ചന. അല്പം പോലും ഇവിടെ പലതില്ല. ഇത് തന്നെയാണ് ഈ യോഗവാസിഷ്ഠത്തിൽ ആദ്യന്തം പറയപ്പെടുന്ന കാര്യം. പക്ഷെ ആ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കാതെ ഇതിലുള്ള കഥകളും മറ്റ് വർണ്ണനകളും അതിലൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നതെങ്കിൽ കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആ പരമാർത്ഥൈകതാ പ്രതിപാദനം എന്ന 103 സർഗത്തിൽ നമ്മൾ പ്രവേശിക്കുന്നു. ശ്രീ വസിഷ്ഠ ഉവാച. വസിഷ്ഠ മഹർഷിയാണ് പറയുന്നത്, ഈ സർഗം ആരംഭിക്കുന്നത്. മിക്കവാറും വസിഷ്ഠ മഹർഷിയുടെ സംഭാഷണത്തോടു കൂടിയാണ് ഒരു സർഗം ആരംഭിക്കുന്നത്. അപൂർവമായി രാമൻ്റെ ചോദ്യത്തോടു കൂടിയും സർഗങ്ങൾ ആരംഭിക്കാറുണ്ട്. ഇപ്പോൾ വസിഷ്ഠനാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഭാമാത്രം ഭാനമാത്രം വാ ശാന്തം ഭാസതയേവ ച ചിന്മാത്രം യദനാദ്യന്തം തസ്യ നാശഃ കഥം കഥാ. ആത്മാവിൻ്റെ അനശ്വരത അതാണ് ഈ ഗ്രന്ഥത്തിലുടനീളം, ഏത് ആധ്യാത്മിക ഗ്രന്ഥമെടുത്താലും ജ്ഞാനശാസ്ത്രങ്ങളിലുടനീളം പ്രതിപാദിക്കപ്പെടുന്ന വിഷയം ആത്മാവിൻ്റെ അനശ്വരതയാണ്. ആ ആത്മാവാണ് ഞാൻ എന്ന് സാക്ഷാത്കരിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെ മരണഭയം ഉണ്ടാവും? തൻ്റെ നാശം, തൻ്റെ ഇല്ലായ്മ, അഭാവം, അതിനെ ഓർത്താണ് ഓരോ വ്യക്തിയും ഭയപ്പെടുന്നത്. ഞാൻ ഇല്ലാതായി പോവും മരണത്തിലൂടെ, എൻ്റെ അസ്തിത്വം അപ്പാടെ ഇല്ലാതാവും. ഈ ഭയമാണ് വാസ്തവത്തിൽ മരണഭയം.